ടീം ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മനുഷ്യന്റെ നാട്ടിലാണ്. ഇന്ന് നമ്മൾ ഒരുപാട് പേര് കൂടിയിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോവാണ്. എന്താ ക്യാമ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഗുഹയിലാണ് അല്ലെ. ഒന്ന് കാണിച്ചു കൊടുത്തേടാ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോരെ. മലയടിവാരത്തെ കുളിരണിയിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ സംഗീതവും പാറക്കെട്ടുകൾക്കിടയിലെ ഈ കൊച്ചു ഗുഹയും പ്രകൃതിയുടെ മനോഹാരിതയിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇതൊരു സ്വകാര്യമാണെന്ന് ഓർക്കുക. ഇങ്ങോട്ട് പോകാനായിട്ട് താഴെ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഒരു പ്രത്യേകതരം നിഗൂഢ നിറഞ്ഞ കാടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുർഘടം തന്നുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ഏകദേശം ഗുഹയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് ഗുഹയുടെ ഉള്ളിൽ കയറും കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ഗുഹ. ഒമ്മേ, ഇതിന് ഇവിടെ നോക്കുമ്പോ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തൂടെ ചിലപ്പോ പെരുമ്പാമ്പ് കണ്ടെന്നിരിക്കും, ഉടുമ്പ് കണ്ടെന്നിരിക്കും. എല്ലോ നമ്മൾ പോകേണ്ട വഴിയാണ് ഇത്. അമേസിങ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പ്രവീണേ നമ്മൾ കയറാണ് ഇതിന്റെ ഉള്ളിലേക്ക് അല്ലേ. ഉള്ളിലേക്ക് കയറിപ്പോയി ഇച്ചിരി പാടാണ്. അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവീൺ മച്ചാൻ വന്നുകൊണ്ടിരിക്കുന്നു. സത്യേട്ടനാണ് എന്റെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് നമ്മള് നമ്മുടെ ഗുഹയിൽ നിന്നൊക്കെ കയറി ഇറങ്ങിയത് ദാ വഴി നമ്മൾ നൂർന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ ചെളിയിലൊക്കെ കുളിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി താഴെ പോയി ഒന്ന് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. അതിന്റെ അടിയിൽ വേറൊരു അരുവി ഉണ്ടല്ലേ, അരുവിയിൽ നമുക്ക് ആ കാലത്തോടെ പോയി കുളിക്കും. നല്ല രസം. ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം. സത്യം പറഞ്ഞ് ഇത്രയേറെ തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒന്ന് തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചൂടൊക്കെ വരുന്നുണ്ട്. അപ്പൊ തീയൊക്കെ ഒന്ന് കത്തി വരുമ്പോഴേക്കും നമുക്ക് രാത്രി ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കാം. നമ്മള് കോഴിയപ്പോ എടുക്കുന്നുള്ളൂ. ഒരു കോഴിയെ 4 ആക്കിക്കോ. 4 പീസുള്ള 4 പീസ് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക വരയാ മസാല പൊതിഞ്ഞോ. മോനടുത്ത് പോയി ഇരുത്തുന്നടാ. ഇല്ല. അടുത്തത് പറയാം പൂച്ചപ്പം ഇടുക്കിയിൽ കൂടുതൽ പറയുന്നു. പരിപാടി എല്ലാ കൂരി പോകുന്നു. അവിടെ തീയൊക്കെ കെടുത്തി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനി കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാത്രമൊക്കെ കഴുകി വെച്ച് സെറ്റായി. ഇവിടെ ആണെങ്കിൽ പ്രവീൺ മച്ചാനും ഫുഡ് കഴിച്ചു. എല്ലാവരും സെറ്റാണ്. അപ്പൊ എന്തായാലും ഇനി തല ചോദിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഓരോരുത്തരായിട്ട് കിടക്കാം. നാളെ കാലത്ത് എന്നിട്ട് ബാക്കി പരിപാടി കേട്ടാ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.